ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ പിസ്താഷ്യൽ വെച്ച് വാൾ ഡെക്കറാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഫ്ലവർ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പിസ്താഷ്യൽ ആദ്യം ഓരോന്ന് വീതം ഒട്ടിച്ചെടുക്കാം. ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് പിസ്താഷ്യൽ തമ്മിൽ ഇതുപോലെ കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഓരോ പിസ്താഷ്യൽ വീതം ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒന്നിൻ്റെ ഇടവിട്ടായി ഒന്നായി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവറിൻ്റെ പൂമൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതുപോലെ രണ്ട് പിസ്താഷ്യൽ തമ്മിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവറിന് കളർ ചെയ്യണം. ഞാൻ ഇവിടെ കളർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് റോസ് കളറാണ്. അപ്പോൾ നമുക്ക് ഫ്ലവറിന് കളർ ചെയ്തെടുക്കാം. ഞാൻ ഫ്ലവർ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാക്കി ഫ്ലവറും അതുപോലെ തന്നെ പൂമൂട്ടും നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ മെഡിസിൻ്റെ ഒക്കെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കൊരു വേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കത്തിയോണ്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഹാഫ് പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് പെയിൻറ്റ് ചെയ്യണം. ഓറഞ്ചും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു വേസിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, അഥവാ ഒരു ബ്രൗണിഷ് കളറാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഞാനിതുപോലെ ബോട്ടിൽ 2 കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബോട്ടിൽ ഉണങ്ങാൻ വെക്കാം. ഞാനിതുപോലത്തെ ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് പെയിൻറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വേസ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഗ്ലൂ ഗണ്ണാണ്. ഞാനത് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഫ്ലവർ വീതം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിക്കാം. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ മുട്ടകളൊക്കെ ഞാൻ ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇനി ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഓരോന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് ഇതാവൊന്നും വേണ്ട. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെടികളുണ്ടല്ലോ, ചെറിയ പുൽച്ചെടികൾ, അതും ഉണ്ടാവും ഇതുപോലത്തെ. അത് നിങ്ങൾ കളർ ചെയ്തെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ലീഫ് വീതം ഒട്ടിക്കാം. അപ്പോൾ ഞാൻ ഈ ലീഫ് തെർമോകോളിൻ്റെ പ്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത റോസ് ഫ്ലവർ ഉണ്ടാക്കിയത് തെർമോകോളിൻ്റെ പ്ലേറ്റ് വെച്ച്. അപ്പോൾ ആ ഒരു ഇതിൽ വന്ന ബാലൻസ് വന്ന ലീഫാണ്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഫ്ലോർ ടൈപ്പ് വെച്ച് ഞാനിതുപോലെ സൈഡ് ഭാഗത്തും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഔട്ട്ലൈൻ എടുത്തിട്ട് ഒന്നും കൂടി മൊഞ്ചാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഗോൾഡൻ കളർ ഔട്ട്ലൈനാണ് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വാൾ ഡെക്കറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലും ഞങ്ങളുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.